ഇതെന്താ രാവിലെ തന്നെ കുരിശും പിടിച്ച് പ്രാർത്ഥനയായിരുന്നോ? ഇന്നലെ പോലെ കുരിശുമേലായിരുന്നു. ഇതുവരെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല. അറിയാൻ വല്ലാണ്ട് ചോദിക്കുക. ഞങ്ങളെ കുരിശ് കയറ്റാൻ വേണ്ടി കൊണ്ടാണ്. എന്നാ പറ്റി? എന്നാ പറ്റാനാ? ഇവിടെ പ്രേതബാധകളാ പറഞ്ഞോളൂ. ഷോ, അപ്പൊ നിങ്ങളും കണ്ടോ? എനിക്കിന്ന് കാണാൻ പറ്റുമോ? ഇന്ന് വരുമോ ആവോ? പ്രേതം. പിന്നെ പ്രേതം പറഞ്ഞ് വിശേഷം പറഞ്ഞ് ചായയും കുടിച്ച് നാളെ വരാന്ന് പറഞ്ഞ് ബൈക്കല്ലേ. എന്നാ അച്ഛനെ വിളിച്ചാലോ? തന്റെ അച്ഛൻ വന്നിട്ട് എന്തുണ്ടാക്കാനാ? അയ്യോ, എന്റെ അച്ഛനല്ല, പള്ളിയിലച്ഛൻ. ഇനി ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന് ഒരു ദിവസം ഉന്തി തള്ളി നീക്ക്. നാളെ ഒരു തീരുമാനമാകും. അത് ശരിയാ, നാളെ മിക്കവാറും ഒരു തീരുമാനമാകും. ഗുഡ് സ്പിരിറ്റ് കം ഇൻ. ഗുഡ് സ്പിരിറ്റ് കം ഇൻ. ഗുഡ് സ്പിരിറ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയതാ. മൈ സെൽഫ് മെയ്ഡ്. വെറുതെ നാട്ടുകാരെ വിളിച്ചറിയിച്ച് കഥക്കിട്ട കാര്യമില്ല. മൈ സെൽഫ് മെയ്ഡ്. അടിപൊളി ഞങ്ങൾ വേറെ കാര്യത്തിലാ. ഓഹോ, നല്ല താങ്കൾ ഇവർക്ക് വേണ്ടെന്ന് ആയിക്കോട്ടെ. ഗുഡ് സ്പിരിറ്റ് കം ഇൻ. ഗുഡ് സ്പിരിറ്റ് കം ഇൻ. ഗുഡ് സ്പിരിറ്റ് കം ഇൻ. ഉത്തമനോ? മരിച്ചോ? ഓജോ ബോർഡിൽ ഉത്തമേട്ടന്റെ മുഖം കണ്ടപ്പം മുതൽ മനസ്സിലൊരു നടുക്കം. ആ സജീവേട്ടനാണെങ്കിൽ വിളിച്ച് ഫോൺ എടുക്കുന്നുമില്ല. എന്റെ പക്ഷെ അങ്ങനൊന്നും സംഭവിക്കത്തില്ല. ദുഷ്ടന്മാരെ ദൈവം പലപോലെ വളർത്തും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ ക്രൗഡ് ഹിൽസ് റിസോർട്ടിൻ്റെ മുമ്പിലാണ് ഗൈസ്. ഇവിടെ സെറ്റ് വൈബും കാര്യങ്ങളുമാണ് ഗൈസ്. അപ്പം എന്തായാലും പറയേണ്ട ഒരു സംഭവമാണ് ഗൈസ്. എന്തായാലും നിങ്ങളിത് ആസ്വദിച്ച് തന്നെ അറിയേണ്ട. ചെറുക്ക മാമിയുടെ ചിഹ്നം നോക്കു കുത്തിയടാ. നീ അതിനെ കുറിച്ച് വല്ലതും പറയണ ചെറുക്ക. അതിനെ പറ്റിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. ദേ, അവന്മാരെ ക്യാഷ് മുടക്കി കൊണ്ടുവന്നത് വോട്ട് പിടിക്കാൻ വേണ്ടിട്ടാ. അവരെവിടെ പോകുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു ഒക്കെ നീ ശ്രദ്ധിച്ചോണേ. അതൊക്കെ ഞാൻ നോക്കണം. മോളെ മിനി, ആദ്യത്തെ വന്നേ, ഒരു സെൽഫി എടുക്കട്ടെ. അങ്കിളെ, സെൽഫി എടുത്ത് സമയം കളയാതെ ആ ചെറുക്കന്മാരെ ക്യാൻവാസ് ചെയ്യണം. എങ്കിലേ ഇലക്ഷന് നമുക്ക് എന്തെങ്കിലും ബലം ഉണ്ടാവും. ആ കാര്യം ഞാൻ ഏറ്റു. ഇതേ ഒരു കാര്യം, ആ പ്രേതബാധയുള്ള കോട്ടയിലേക്ക് നമ്മളിനി പോകുന്നില്ല കേട്ടാ. പകരം പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ട് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓ, ജീവനുള്ള പ്രേതത്തെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാ. ജീവനില്ലാത്ത പ്രേതത്തെ നീ കണ്ടിട്ടുണ്ടോ? മോള് ധൈര്യമായിട്ടിരി. മോളെ ജയിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. പാപി ചെല്ലുന്നത് പാതാളം. അതേപോലെ നമ്മുടെ അവസ്ഥ. സത്യം. എടാ രജീഷേ, നീ ഗുഡ് സ്പിരിറ്റ് വിളിച്ചപ്പോഴേ ഉത്തമൻ ചേട്ടന്റെ പേരെങ്ങനെയാ കയറി വന്നേ? അത് ഈ രാമക്കൽമേടല്ലേ, ഏതോ അല്ലാതെ ഉത്തമനാന്നേ. ഗതി കിട്ടാ അലിഞ്ഞിപ്പോ വലിഞ്ഞേറി വന്നതാന്ന്. അതല്ലടാ, ഉത്തമൻ എന്ന് പറഞ്ഞ ആണാ. നമ്മൾ കണ്ട പ്രേതം പെണ്ണാ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആടാ, ഞാനും ശ്രദ്ധിച്ചു. ആ യക്ഷി നടന്നു പോയപ്പോഴേ നല്ല മസിലൊക്കെ വെച്ച് ഒരു ആണിനെ പോലെ എനിക്ക് തോന്നിയ. എന്റെ ബലമായ സംശയം ഉണ്ടല്ലോ, ആ യക്ഷി ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കും. മണ്ടത്തരം കൂടപ്പുറപ്പാക്കല്ലേ. നമ്മൾ വന്ന് അടിച്ചു പൊളിക്കാതെ യക്ഷിയൊക്കെ അതിന് വഴിക്കിടും. വാ, നീ ആ പറഞ്ഞോണ്ടിരിക്കണ്ടേ പോണത്. കുറച്ച് സെൽഫി ഒക്കെ എടുത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് ടീഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ടില്ല മര്യാദയ്ക്ക്. ഒരു പ്രേതം മണ്ടാരോ. വാടാ, നീ എങ്ങനെ അന്ന് ഞാൻ വെക്കാം. ഒരു മെനയൊന്നുമില്ലടാ. അവിടെ നോക്കടാ. എന്ത് അടിപൊളിയല്ലേ? ഞാൻ ശരിയായിട്ടില്ല. എടാ, നമുക്ക് അങ്കിളിനെ മണി അടിച്ചാലോ? ഏത് നീ ചേച്ചറേ, ഇന്നത്തെ കാര്യം കുശാലവിടെ. പുള്ളി പഴയ പട്ടാളക്കാരനല്ലേ പറഞ്ഞേ? ആള് പട്ടാളക്കാരന്റെ ലുക്കൊന്നുമില്ല. ഓ, എന്റെ സുബി, ലുക്കിലൊക്കെ എന്ത് കാര്യം? നമുക്ക് എന്തെന്താ രണ്ടെണ്ണം അടിക്കണം, ഇവിടേക്ക് ഒന്ന് തരണം. അത് പുള്ളി വെച്ചാൽ നടക്കും. നീ ഒരു മെനക്കൊരു ഫോട്ടോ എടുത്ത് ഇവൻ എടുത്തൊന്നും ശരിയാവുന്നില്ല. നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാം. ആരെയും കൊണ്ട് വിളിക്കാം. ആയിക്കോട്ടെ. നമുക്ക് ആ ചേട്ടനെ കൊണ്ട് വിളിക്കാം. ചേട്ടാ, ഒരു സെൽഫി എടുത്ത് തരുമോ? ഉത്തമൻ ചേട്ടൻ ഇവിടെ ഇന്നലെ മഴയത്ത് പൊട്ടി മുളച്ചു വന്നത്. അപ്പോ ഇന്നലെ ഓജോ ബോർഡിൽ കണ്ടത്. എടാ, ഓജോ ബോർഡിൽ മാത്രമല്ല, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഞാനുണ്ടാവും, ദേവസ്വം ബോർഡിൽ ഞാനുണ്ടാവും, റബ്ബർ ബോർഡിൽ ഞാനുണ്ടാവും. എന്തിന്? പിള്ളേര് പഠിക്കുന്ന സ്കൂളിന്റെ ബോർഡിൽ വരെ ഉത്തമൻ ഉണ്ടാവും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാട്ട് ചോദിക്കുക, നീയൊക്കെ തലക്ക് വെളിവില്ലാത്ത സാധനം ഉണ്ടോ അടിച്ചു കയറ്റിയത്? വല്ല MDMA ഒക്കെയാണോ അടിച്ചു കയറ്റിയത്?
ഒന്നും മനസ്സിലാവണ്ട. മനസ്സിലാക്കി തരാടാ, എല്ലാം മനസ്സിലാക്കി തരാം. ദേ ഇത് റീന, എന്റെ ഭാര്യ. നിങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേ ഇസ്രായേലിലേക്ക് പോയതാ ഇവള്. ഉത്തമേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ റെസിഡൻസ് അസോസിയേഷനിലെ പുലിക്കുട്ടികളായി പിള്ളേര്. ഇവക്കടെ ആശുകൊണ്ടാണ് നിങ്ങൾ ഇലക്ഷൻ എന്ന് പറഞ്ഞ് പുട്ടടിച്ച് കഴിയണത്. ആണല്ലേ? ആ പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് കോഫി ഷോപ്പിൽ വെച്ച് കാണുമ്പോൾ പറയാം. ഓക്കെ അല്ലേ? പിന്നെ ദേ ഞാൻ അയച്ചു തരുന്ന കാശൊക്കെ ഉണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലവാക്കിയുണ്ടല്ലോ, ലാസ്റ്റ് ആരും കാണിയല്ല, ഈ ഞാനും. അതെനിക്കറിയാമതി. അല്ലെങ്കിൽ അനാഥപ്രദം പോലെയാണല്ലോ എൻ്റെ ജീവിതം. 10 കൊല്ലം കൂടുമ്പോൾ നീ വരും, അപ്പം തന്നെ തിരിച്ചും പോകും. നീ വന്നു കഴിഞ്ഞാലോ നേർച്ചയായി, നൊയമ്പായി, വഴിപാടായി, ശയനപ്രദക്ഷിണായി, ഉരുണ്ടുരുണ്ട് എൻ്റെ ശരീരത്തെ തൊലി മൊത്തം പോയി. ആ എന്തിനാ കൂടുതൽ പറയണേ? ജരാനരകൾ ബാധിച്ചു തുടങ്ങി. ആ പിള്ളേര് വരുന്നു, ഒന്നും മിണ്ടാതെ. പിന്നെ എന്നാ കാര്യങ്ങളൊക്കെ? ടൂറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഗംഭീരായോന്നോ? ഇന്നലെ എഴുച്ചി വന്ന് ചോര കുടിച്ചിട്ട് പോയേനെ. അവസാനം മുജന്മ ഭാവലാന്തരം ദൈവം കാത്തു. എടാ പിള്ളേരെ, ഈ ഇലക്ഷനെ ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇനി നിങ്ങളെ കൊണ്ടൊന്നും നോക്കണ്ട. എന്റെ ഏട്ടൻ ജയിച്ചാൽ നിങ്ങളെ ഞാൻ ഗോവയ്ക്ക് കൊണ്ടുപോകും. കൂടെ നിന്നോണം. ഇവിടെ നേരെ പോകാൻ പറ്റുമോ? എങ്ങോട്ട്? ഗോവയ്ക്ക്. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഗോവയ്ക്കാൻ കൊണ്ടുപോവാടാ. എടാ ഞാൻ ജയിച്ചാൽ എന്ന് ഇവിടെ പറഞ്ഞത് നീ കേട്ടാർന്നോ? അപ്പൊ തോറ്റാലോ? തോറ്റാലോ? തോറ്റ നിന്നെയൊക്കെ ഞാൻ മാവേലിയുടെ നാട്ടിലേക്ക് വിടും. മാവേലിയുടെ മൂവാറ്റുപുഴ അല്ല, പാതാളത്തിലേക്ക് വിടും. ഞാൻ 3-ന് ചവിട്ടി താത്തിട്ട് ഉത്തമൻ ചേട്ടൻ ഞങ്ങൾ നീങ്ങാതിരുന്ന നിങ്ങൾക്ക് പോകണം. 2 ദിവസം ഞാൻ ഇവിടെ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി. ഓഫർ കൊടുക്കണ്ടേ? ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ പുറകിൽ നിന്ന് മാറില്ല. ആവശ്യമില്ലാത്ത ഓഫർ കൊടുക്കല്ലേ എന്റെ പൊന്നു. നമുക്കേ ഈരിട്ട് തൈ മേടിച്ചിട്ട് പോയാലോ? കാറ്റാട്ടിയുടെ വളിച്ച കോമഡി. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ ആ കോഫി ഷോപ്പില്. ഇപ്പൊ ഒരു കുളിയെ കഴിഞ്ഞൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയുള്ളൂ. നിങ്ങൾ വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. വന്നിടത്തോടെ മതിയേ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഓരോ ആനന്ദരികളേ ഉള്ളൂ. ഈ എച്ചിയെ കൊണ്ട് പിടിച്ച് തിരിപ്പിക്കാനല്ലേ ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ നാട്ടിലേക്ക് ഒന്ന് എത്തിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി അല്ലേടാ ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. തീപ്പെട്ടി കത്താതെ നോക്ക് കുത്തിക്കാരണം. 400 മെമ്പർമാരുണ്ട് ഈ അസോസിയേഷനില്. അതിലൊന്ന് 3-1 പേര് വോട്ട് ചെയ്താൽ മതി. മിനി ചേച്ചി ജയിച്ചിരിക്കും. അതിനുവേണ്ടിയാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മിനിയുടെ ജയം ഉറപ്പ് വരുത്തണം. വരുത്തുവോ? വരുത്തിയിരിക്കും. മിനി ചെറുക്കണൊക്കെ എന്തിയടാ? മാമി തുടങ്ങിക്കോ. മഹാത്മാ റെസിഡൻസ് അസോസിയേഷന്റെ അംഗങ്ങളെ, നമുക്കൊരു മാറ്റങ്ങളൊക്കെ വേണ്ടേ? ദേ ആ കാറ്റാടി പോലെയാണ് എൻ്റെ മനസ്സ്, കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓ നശിപ്പിച്ച് ഇങ്ങനെ താരത്തിന് പറയല്ലേ മാമി, കുറച്ചുകൂടെ ബോൾഡായിട്ടൊക്കെ പറ. ആ പയ്യൻ പറഞ്ഞാടി ശരി. കുറച്ചും കൂടി ബോൾഡായിട്ടും നല്ല സ്ട്രെങ്ത് ആയിട്ടും പറ. ഉത്തമേട്ടനോ? എടി മിനിയേ, 6 കൊല്ലക്കാലം ഈ റെസിഡൻസ് അസോസിയേഷൻ ഭരിച്ചവൻ ആ ഉത്തമൻ. 2 ആഴ്ച കഴിഞ്ഞ് വിജയിച്ച് ഞാൻ മൊമെന്റോ ആയിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുമ്പോ നിന്റെ മുമ്പിൽ ഇതാ ഇങ്ങനെ നിൽക്കുന്ന ഉത്തമനെ ഉണ്ടല്ലോ, നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. നീ ആർക്കാടി പോകുകയും. നീ നേരത്തെ യക്ഷിയെ കണ്ട് തലകറങ്ങി വീണില്ലേ? ഇനി ഉത്തമന്റെ കളി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഉത്തമൻ ആരാന്ന് നീ അറിയും. ആരാ മോളെ അത്? അതാണ് ഉത്തമേട്ടൻ. ഉത്തമനെ നിനക്ക് അറിയില്ല. ഉത്തമന്റെ പൂരം നീ കാണാൻ പോകുന്നേ ഉള്ളടി. മാമി ഇങ്ങനെ ധൃതിപ്പെട്ട് പോവാതെ, ഞാൻ ഇവിടെയൊക്കെ എൻജോയ് ചെയ്ത് പറഞ്ഞല്ലേ ഉള്ളൂ. എനിക്കൊരു എൻജോയ്മെന്റും ഇല്ല. വാ പോവാ. അപ്പൊ ചേട്ടന്മാരോ? ചേട്ടന്മാര് വേണമെങ്കിൽ വരട്ടെ, ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. ഭയം വേണ്ട. ആ ഉത്തമന്റെ തീപ്പെട്ടിയെ എവിടം വരെ വലിക്കുന്നത് നമുക്ക് നോക്കാം. ഇവനൊക്കെ ഇവിടുന്ന് പൊട്ടി മുളച്ച് വന്നാണോ?
നമ്മുടെ കൂട്ടത്തില് ആരും ഒരു ഭാഷാപത്തിക്കര വേണ്ട. ഞാൻ ഇവനോട് മുന്നേ പറഞ്ഞതാ കൂട്ടത്തിലുള്ളവർ ശ്രദ്ധിക്കണമെന്ന്. ഞാൻ ഇതൊക്കെ നോക്കുന്നതാ. നീ നോക്ക് നിന്റെ മൊബൈലിൽ നോക്കു നീ. മാമിയുടെ സ്വഭാവം വഷളായി വരിക. ഇക്കണക്കിന് പോയ മാമി പൊട്ടു, അത് ഉറപ്പാ. ഒരു രക്ഷയില്ലെങ്കിൽ അറ്റ കൈ ഞാൻ പ്രയോഗിക്കും. എന്താ? എന്ത് തൂക്കിയാലെടുക്കും, വെടി വെക്കും. ആയ കാലത്ത് വെടിച്ചിട്ടില്ല, എന്നിട്ടാണ് ഇപ്പൊ. പിള്ളവായി വലിയ വർത്താനം പറയണ മോളെ. പോകാൻ വരട്ടെ. ഉത്തമനും ഭാര്യയും നമ്മളെ ഫോളോ ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് തള്ളിട്ട് വേണം. അതെങ്ങനെ? അതിനൊക്കെ ഒരു വഴിയുണ്ട്.